കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ശക്തി ഓം ശക്തി ഓം ശക്തി ഓം ഭവാനി. ഇപ്പോൾ ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകളും അതുപോലെ ഭഗവാന്റെ പരമഭക്തർ എന്ന് പറയുമ്പോൾ ആശ്രമവുമായി നിത്യം സഹകരിച്ച് നിൽക്കുന്നവരെന്ന് അർത്ഥം വരുന്നില്ല. ചില ഭക്തർ അകന്ന് നിൽക്കും, ഭക്തി കുറഞ്ഞവരടുത്ത് നിൽക്കും. അതുകൊണ്ട് ഭക്തരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുക മാത്രമല്ല, സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ പരമഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ആടുവള്ളി മോഹു. അദ്ദേഹം ഈ ആടുവള്ളി എന്ന് പറയുന്നത് കള്ളിക്കാട് അധ്യാത്മ ചിന്താലയ ആശ്രമത്തിൽ നിന്ന് ഏറ്റവും കൂടി ഒരു 2-3 കിലോമീറ്റർ വരും. 3 കിലോമീറ്ററിന് ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അതുമാത്രമല്ല, അവിടെ ഭഗവാൻ തന്നെ പോവുകയും വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമുണ്ട്, കാളിപാറ. ആ കാളിപാറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞ് പറയാം. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ സാറിനെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഭക്തർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാനിയാണ്, അത് നടത്തി കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റ് ഭക്തർക്ക് ഉപദേശങ്ങളുമായിട്ട് അങ്ങയുടെ അഭിപ്രായം ചാനലിലൂടെ പറയണം. ഇന്ന് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ നാമത്തെക്കുറിച്ച് പറയാൻ, ഇവിടം വരെ എത്താൻ, പറയാൻ എല്ലാം അവസരം കിട്ടിയത് ഭഗവാന്റെ കൃപാകടാക്ഷമാണെന്ന് ഞാൻ ആദ്യം കരുതുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കിതാ ഇപ്പോൾ തന്നെ എനിക്ക് ആ ഭഗവാന്റെ രൂപം മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു ഈ 10-12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യം ആ ആശ്രമത്തിൽ ഒരു കൈനീട്ടം വാങ്ങാൻ എത്തുന്നത്. കൈനീട്ടവും വാങ്ങി അവിടെ നിന്ന് കിട്ടുന്ന കഞ്ഞിയും കുടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടുള്ള ആ കൊച്ചു കാലത്തെ ഓർമ്മയാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് പറയാൻ ഈ ഇത്രയും നാളുകൾക്കിടയിൽ എനിക്കും ഒരവസരം കിട്ടിയതിൽ അങ്ങേയറ്റത്തെ നന്ദിയും എനിക്ക്
എനിക്കൊരു വിങ്ങലാണ് എപ്പോഴും ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ എനിക്ക് ഭഗവാന്റെ അടുത്ത് ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെല്ലുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വിങ്ങലാണ്. ഇപ്പോഴും എനിക്കതേ വിങ്ങലാണ്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കെപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വിങ്ങലാണ്. അതുകൊണ്ട് ഇന്നും എനിക്ക് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മുന്നേ ഈ ചാനലിൽ വന്ന ആൾക്കാരോടുള്ള നന്ദി, ഭഗവാനെ അറിയിക്കാനാണ് അവർ വന്നത്. അപ്പോൾ ഭഗവാനെ അറിയിക്കാൻ എനിക്കും ഒരവസരം കിട്ടി. തീർച്ചയായിട്ടും അന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞു പോയവരുടെയോ ഇനി പറയാനിരിക്കുന്നവരുടെയോ അനുഭവങ്ങളുടെ ഏഴയലത്ത് ചിലപ്പോൾ എത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവവും അനുഭൂതിയും കാഴ്ചപ്പാടും ഭഗവാൻ ആ നാടിന് ചെയ്ത മാറ്റവും ഒക്കെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഞാൻ പോയിൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അനുഭവവും അനുഭൂതിയല്ല ഞാൻ രണ്ടാമത് ആണ് കാണുന്നത്. മറിച്ച് ഞാൻ ഭഗവാനെ ഒന്നാമതായും നാടിനെ ഭഗവാൻ വസിച്ച നാടിനെ രണ്ടാമതായും കണ്ടുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് ഭഗവാന്റെ മഹിമ പറയാൻ, ആ ഭഗവത് കീർത്തനം നടത്താൻ ഒരു ചാനൽ, അത് നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തിന് ചേരുന്ന വിധത്തിൽ അത് ആ ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതിൽ, ഭഗവാനെ അറിയിക്കുന്നതിൽ ഉള്ള നന്ദി ആദ്യം. അതിലുപരി കാരണം വെച്ചാൽ ഞാൻ കാണുന്നത് അതാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. ഒരു പക്ഷേ ഭഗവാൻ ഉത്തരഭാരതത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഭഗവാൻ അവിടുത്തെ ജനം കൊണ്ടാടുമായിരുന്നു. ഒരു സംശയം വേണ്ട. പക്ഷേ അതറിഞ്ഞിട്ടും നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ വന്ന് താമസിച്ച് ഗ്രാമത്തിനെ വളർത്തി ചേഞ്ച് ചെയ്യിപ്പിച്ച് മാറ്റം വരുത്തി ഇതുവരെ എത്തിച്ച ആ നിയോഗം പൂർത്തിയാക്കി മടങ്ങിയ ഭഗവാനോട് നമ്മൾ ഇത്രയും ചെയ്താൽ പോരാ. ഞാൻ ഈ ചാനൽ ചെയ്താൽ പോരാ എന്നല്ല പറയുന്നത്, നമ്മുടെ ആ സമൂഹം ഇത് ചെയ്താൽ പോരാ. അപ്പോൾ അങ്ങനെ ആരും ഒന്നും ചെയ്യുന്നില്ലെന്നല്ല, മനസ്സിലായി. ഇനിയും വേണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ആ പറയുന്നത്. അല്ല, മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് വേണം. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യേണ്ടിയിരിക്കവേ അതിനനുസരിച്ച് ഒരല്പമെങ്കിലും ചെന്നെത്താൻ ചെയ്യാൻ ഈ ചാനൽ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു നന്ദി പറഞ്ഞത്. അതോടൊപ്പം എനിക്ക് മുന്നേ എനിക്ക് ഒന്ന് 170ഓളം ആയി. അതെ. അപ്പോൾ അത്രയും പേര് വന്ന്, അതും എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് വന്നത്. ആ ഭഗവാനോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞവരാണ് ചാനലിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഭഗവത് മഹിമ പറഞ്ഞത്. അപ്പം അങ്ങനെ പറയാനും ആ മനസ്സ് കാണിച്ചവരോടും നന്ദി അറിയിക്കുന്നു. അതാദ്യത്തേത്. രണ്ടാമത്തേത്, എനിക്ക് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വ്യക്തിപരമായ അനുഭൂതി ഒന്ന്. രണ്ട്, ഭഗവാൻ വിളക്ക് തെളിച്ച ഒരു ക്ഷേത്രം അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു ഇപ്പോഴും. അതിലാണ് ഞാൻ ആദ്യത്തെ അത്ഭുതം കാണുന്നത്. ആദ്യത്തെ അത്ഭുതം, ഭഗവാൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ വേറെ നിരവധി ഉണ്ടാകും. പക്ഷെ ഭഗവാൻ എത്രയോ കാലത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നിർമ്മിച്ച അടിച്ചുണ്ടാക്കിയെടുത്ത ഒരു വിളക്ക് ഇന്നും നെയ് വിളക്കായി ശ്രീകോവിലിനകത്ത് കത്തിക്കാൻ അവസരം കിട്ടുന്നത് ഞങ്ങൾക്കാണ്. കാളിപാറ ക്ഷേത്രം. അതിന്നും ആ വിളക്ക് ഞങ്ങൾ അത്രയും പരിപാവനമായി ക്ഷേത്ര വിഗ്രഹത്തിന് മുന്നിൽ വയ്ക്കുന്നു. നെയ്യൊഴിച്ച് ആദ്യം തെളിക്കുന്നു. അത് നിത്യം തെളിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത് കഴിയണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് നിർമ്മിച്ച വിളക്ക്, ഭഗവാൻ തെളിച്ച വിളക്ക്, അത് കെടാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിലാണ് ഒരു വലിയ അനുഗ്രഹം, അത്ഭുതം ആയി ഞാൻ കണക്കാക്കുന്നത്. അതിന് ഞാൻ രണ്ടാമത് അനുഭവമായിട്ട് പറയാനാണ്, കാളിപാറയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാനാണ്. ഒന്നാമത് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാൻ നമ്മുടെ ഈ ഭാരത മണ്ണിൻ്റെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഈ 21ാം നൂറ്റാണ്ടിലെ ഒരു കണ്ണിയാണ്. നമ്മുടെ മണ്ണ് നിരവധി ഗുരുക്കന്മാരാൽ രൂപപ്പെട്ടതാണ്. അവർ പരുവപ്പെടുത്തിയെടുത്തതാണ് ഈ ഭാരത മണ്ണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ പരമ്പരയിൽ, ആ ഗുരു പരമ്പരയിൽ ഈ മണ്ണിനെ നിലനിർത്താൻ, ഈ മണ്ണിൻ്റെ സാംസ്കാരിക സമ്പന്നതയെ വളർത്തിയെടുക്കാൻ,
ഈ മണ്ണിൻ്റെ ആത്മീയതയെ വളർത്തിയെടുക്കാൻ, ഈ മണ്ണിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്തും എന്താണോ വേണ്ടത്, വ്യക്തിയെ വളർത്തണം അത്, സമൂഹത്തെ വളർത്തണോ അത്, പ്രകൃതിയെ വളർത്തണോ അത്, കരുത്ത് വളർത്തണോ അത്, ആത്മീയത വളർത്തണോ അത്, സമ്പത്ത് വളർത്തണോ അത്, ഇതിലേതാണോ നമ്മുടെ മണ്ണിന് വേണ്ടത് അതിനെ വളർത്തിയെടുക്കാൻ ഓരോ കാലത്തും പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി യോഗിമാർ, നിരവധി എന്ന് പറഞ്ഞാൽ പോരാ, എണ്ണിയാലൊടുങ്ങാത്ത യോഗിമാർ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സന്യാസ പരമ്പര തന്നെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് പേരെടുത്ത് പറയാൻ പ്രശസ്തരായ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന കുറച്ച് പേരെ നമ്മൾ അറിയുന്നു. അതെ. പക്ഷെ അതല്ല, അതിലുപരി ഓരോ ഗ്രാമത്തിനെയും രൂപപ്പെടുത്തിയെടുത്ത, ഓരോ വീടിനെയും രൂപപ്പെടുത്തിയെടുത്ത ഒരു വലിയ യോഗി പരമ്പരയുടെ മണ്ണാണ് ഭാരതം. ആ ഉത്തരവാദിത്വത്തിൽ ഏതോ കാലഘട്ടത്തിലെ തുടങ്ങിയ ആ ചൈതന്യ പ്രവാഹം എത്രയോ ജന്മങ്ങളിലൂടെ, എത്രയോ സന്യാസിമാരിലൂടെ, ഗുരുക്കന്മാരിലൂടെ, ആത്മീയ വര്യന്മാരിലൂടെ നമ്മുടെ നാട്ടിലും വന്നെത്തി എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മാറി നിന്ന് കാണുന്ന ഒരാളിൻ്റെ കാഴ്ചപ്പാടിലാണ് മനസ്സിലായി ഞാൻ പറയുന്നത്. അതെ, അത് കാണാൻ പറ്റുള്ളൂ. മാറി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാടാണ് എൻ്റേത്. അതെ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഭഗവാനുമായി ഏറ്റവും അടുപ്പമുള്ള ഞാൻ അങ്ങനെയല്ല, മറ്റു ധാരാളം പേര് ഉണ്ട്. അപ്പോൾ അവർക്കുള്ളതല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീക്ഷണത്തിലും വ്യത്യാസം വരാം. പക്ഷെ ഞാൻ കാണുന്നത് ഈ മണ്ണിൻ്റെ, നമ്മൾ ആർഷ ഭാരത സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരത മണ്ണിൻ്റെ ആ ആർഷ ഗുരു പരമ്പരകളുടെ, യോഗികളുടെ എല്ലാ നിയോഗവും ഉത്തരവാദിത്വവും എല്ലാം ഏറ്റെടുത്ത് ആ മണ്ണിനെ പരിപോഷിപ്പിക്കാൻ, ആ മണ്ണിലെ ചില വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കാൻ, ആ മണ്ണിനെ രൂപപ്പെടുത്തിയെടുക്കാൻ, ആ മണ്ണിനെ മാറ്റം വരുത്താൻ നിയോഗിക്കപ്പെട്ട ആത്മീയ ചൈതന്യമാണ് ഭഗവാൻ സ്വാമിജി. അതിലപ്പുറം ഒരു കണ്ണിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും ഒരു വിങ്ങലാണ്. എൻ്റെ ഗുരു പരമ്പരകളോട് അറിഞ്ഞും പേരറിയുന്നവരും പേരറിയാത്തവരുമായ നിരവധി 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 ഗുരു പരമ്പരകളോട് നമുക്ക് കൈകൂപ്പി നന്ദി പറയാനും ഓർക്കാത്തതിന് മാപ്പ് പറയാനും മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് പറ്റൂ. ആ ഗുരുയജ്ഞം ഞാൻ പാലിക്കുന്നു. ആ പഞ്ചയജ്ഞങ്ങളിലെ ആ ഗുരുക്കന്മാരുടെ ആ പരമ്പരയെ ഈ നൂറ്റാണ്ടിൽ നേരിട്ട് കാണാൻ, ആ പരമ്പരയിൽപ്പെട്ട ഒരാളിൻ്റെ പാദവന്ദനം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിക്കാൻ, ഒരു വാക്ക് കേൾക്കാൻ, ഒരനുഗ്രഹത്തിന് തൊഴുതു നിൽക്കാൻ സാധിച്ചു. മതി. കാരണം നമ്മൾ വ്യാസനെന്നും വിശ്വാമിത്രനെന്നും പരാശരനെന്നും വസിഷ്ഠനെന്നും യാജ്ഞവൽക്യനെന്നും വിദ്യാരണ്യ സ്വാമികളെന്നും തുക്കാറാമെന്നും അതിലപ്പുറം സമർത്ഥ രാംദാസ് എന്നും വിവേകാനന്ദ സ്വാമി എന്നും ശ്രീരാമകൃഷ്ണ പരമഹംസനെന്നും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. പേര് മാത്രം കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ പരമ്പരയിൽ നിന്നൊരാളെ നമുക്ക് നമ്മുടെ കണ്ണിൽ, നമുക്ക് മുന്നിൽ ഈശ്വരൻ വെളിപ്പെടുത്തി തരും. അദ്ദേഹമാകട്ടെ നമുക്ക് ഈശ്വരനെ വെളിപ്പെടുത്തി തരും. അതെ. ആ ഒരു ബന്ധം എന്ന് പറയുന്ന ഈശ്വരൻ ആ ഗുരു പരമ്പരയിലേക്ക് നമ്മളെ അടുപ്പിച്ചു തന്നു. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതെ. കാരണം ഈ ജനിച്ച് ജീവിച്ച കോടിക്കണക്കിന് ആൾക്കാരിൽ ഗുരുമഹിമ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമാണ്. ഗുരുയജ്ഞം പരിപാലിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പഞ്ചയജ്ഞങ്ങൾ തന്നെ പരിപാലിക്കപ്പെടുന്നില്ല, പഠിക്കപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ ഗുരു പരമ്പരയെ ഒന്ന് കാണാൻ, അപ്പോൾ ഈശ്വരൻ നമുക്കൊരു ഭാഗ്യം തന്നു, ഗുരു പരമ്പരയെ ഒന്ന് വണങ്ങാൻ. ആ ഗുരു ആകട്ടെ നമ്മെ എന്ത് ചെയ്യാണ്? നീ ഈശ്വരനിലേക്ക് എന്നിങ്ങനെ നമുക്ക് നിശബ്ദമായി ഒന്ന് വഴികാട്ടി തരുന്നു. അപ്പോൾ ആ ബന്ധത്തിനകത്ത്, ആ ഒരു ചുഴിക്കകത്ത് നമ്മെ സുരക്ഷിതമായി നിർത്തുന്ന ഒരു കരമായിട്ടാണ് ഞാൻ ഭഗവാനെ കാണുന്നത്. അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ല. ആ ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് നമ്മളൊന്ന് വിലയിരുത്തിയാലേ നമ്മുടെ കൊച്ചു ആചാരങ്ങളെ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയും പൊക്കത്തിലിരുന്നുകൊണ്ട് കാലാട്ടിക്കൂടാ, തലയണയുടെ പുറത്തിരുന്നുകൂടാ, ചൂല് വീടിൻ്റെ മുന്നിൽ കൊണ്ട് വച്ചുകൂടാ, ചൂല് ചാരി വെച്ചുകൂടാ, തലയിൽ കൈ കെട്ടിക്കൂടാ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കോട്ടുവായ ഇടാൻ പാടില്ല. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ഇന്നിപ്പോൾ ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു ഓഫീസിൽ ഇരിക്കുന്നു,
അത് മൾട്ടിനാഷണൽ കമ്പനി ആകട്ടെ, ഒരു കൊച്ചു പ്രൈവറ്റ് ഓഫീസ് ആകട്ടെ, അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തലേ കൈയും കെട്ടി കോട്ടുവായി വിട്ട് അലസമായി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അവിടെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഫീലാണ്. ആ വരുന്ന ആളിനും ആ നെഗറ്റീവ് ഫീലായിരിക്കും തോന്നുക. അവിടെ വരുന്ന ഒരാൾ അത് ഒഴിവാക്കാനാണ് ഇത് പാടില്ല എന്ന് പണ്ടുള്ളവരെ പറഞ്ഞു. ഇത് തന്നെയാണ് ഇന്നത്തെ ആധുനിക എന്താ പറയുക മാനേജ്മെൻറ്റ് സ്റ്റഡി ക്ലാസ്സുകളിലും ചെയ്യുന്നത്. നമ്മൾ നിവർന്ന് നിൽക്കുക, നന്നായി വെൽ ഡ്രസ്ഡ് ആയിരിക്കുക, എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കുക, വരുന്നവരോട് നമ്മൾ ഹാപ്പി ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പുതിയ രൂപത്തിൽ മാനേജ്മെൻറ്റ് സ്റ്റഡി ക്ലാസ് നടത്തുമ്പോൾ ഇത് പണ്ട് ചെയ്തിരുന്ന ആരാണ്? യോഗികളാണ്, അതെ, ഗുരുക്കന്മാരാണ്. അവർ ഓരോ ഗ്രാമത്തിലിരിക്കുന്നു, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ഇതേപോലത്തെ നിരവധി പേരറിഞ്ഞുകൂടാത്ത ആശ്രമങ്ങളിൽ, ആശ്രമം എന്ന് പറയാനും പറ്റില്ല, ഒരു മരച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആ ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ ആ ഗുരുക്കന്മാരിലൂടെ കിട്ടിയ ഒരു വലിയ സംസ്കാരം നമ്മുടെ വീടുകളിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പ്രൊഫഷണൽ എന്നോ അല്ലെങ്കിൽ ഓഫീസ് എന്നോ ഒന്നുമില്ല. നമ്മളാരും ആ വീടിൻ്റെ മുൻവശത്ത് കൊണ്ടൊന്നും ഇന്നും ചൂല് ചാരി വയ്ക്കാറില്ലല്ലോ. ഇതെവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു അറിവ് എവിടെ നിന്ന് കിട്ടിയാണ്? നമ്മുടെ ആൾക്കാർ പരമ്പരയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സന്യാസിമാരും വ്യത്യസ്തമായ അറിവുകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകി, വ്യക്തികൾക്ക് നൽകി. എന്തിനാണ്? നമ്മൾ നന്നായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മണ്ണിൽ ഈശ്വരൻ ഓരോ മഹത് വ്യക്തികളെ നിയോഗിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഒരാൾ പോരാ, ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരല്ലേ, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയല്ലേ. അതെ. അപ്പോൾ അവിടെ ജീവിക്കുന്നവർ വ്യത്യസ്ത നിലവാരത്തിലുള്ളവരാണ്. അവരുടെ നിലവാരത്തിനനുസരിച്ച് ഈ ധർമ്മബോധത്തെ, നമ്മുടെ സനാതന ധർമ്മബോധത്തെ എത്തിച്ചു കൊടുക്കാനും അവരിലേക്ക് ആചരണങ്ങളിലൂടെ ആശയത്തെ പരിപാലിക്കാനും നമുക്ക് ഒരു അതിലേക്ക്, ആ സനാതന ധർമ്മ ആചരണങ്ങളിലേക്ക്, ആ ആശയം നമ്മൾ ഉൾക്കൊള്ളുന്നതിലേക്ക് നമ്മളെ നയിച്ചതാണ് നമ്മുടെ ഗുരുപരമ്പര. ആ ഗുരുപരമ്പരകളിലൂടെയാണ് നമ്മുടെ സനാതന ധർമ്മം, ഭാരത രാജ്യം നിലനിന്ന് പോകുന്നത്. ആ പരമ്പരയിൽ ഒരാളായിട്ടാണ് ഈ പറഞ്ഞ സ്വാമിജി ഭഗവത് സ്വരൂപം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഒരു വലിയ നിയോഗം ഉണ്ടായിരുന്നു. നമുക്ക് ഭഗവാൻ എത്തുമ്പോൾ, ഞാൻ വളരെ കുട്ടിയാണ്, നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ പോലും സ്വാമിജി അവിടെ വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ യുവാവാണ്, അദ്ദേഹവും ഇതറിയുന്നില്ല. അപ്പോൾ ആ പ്രായത്തിലുള്ള ആരും അറിഞ്ഞിരുന്നില്ല. ഒരു വലിയ നിയോഗവുമായിട്ടാണ് സ്വാമിജി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നത്. വേറെ ഏതെങ്കിലും ഗ്രാമത്തിലും ആകാമായിരുന്നു. അതെ, വേറെ ഗ്രാമത്തിലും ആകാമായിരുന്നു. അപ്പം നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇതിനു മുമ്പ് നമ്മുടെ കള്ളിക്കാടിൻ്റെ ആ ഒരു ഇത് പരിശോധിച്ചാൽ നമുക്കൊരു പ്രാചീനമായ ഒരു സന്യാസി പരമ്പരയുടെ ഒരു മഹത്വം ആണ് അഗസ്ത്യമുനിയിലൂടെ നമ്മുടെ നാട്ടിൽ ഉള്ളത്. അതിനുശേഷം നമ്മുടെ നാട്ടിലെ ആ സന്യാസി പരമ്പരയുടെ കണ്ണി അങ്ങ് അറ്റുപോയി. ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, നമുക്കറിയില്ല. ഇല്ലെന്ന് തന്നെ പറയാം. അതെ, വേണമെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ടായിരുന്നെങ്കിൽ എവിടെ കൂടെയെങ്കിലും ഒക്കെ കഥകളെങ്കിലും പ്രചരിക്കുമായിരുന്നു. കഥ മാത്രമല്ല, അതെ, കുറച്ചുകൂടി പ്രകാശിക്കുമായിരുന്നു. അതാണ് സത്യം. അപ്പോൾ അഗസ്ത്യമുനിയിലൂടെ നമ്മുടെ നാട് അറിഞ്ഞിരുന്ന, നമ്മുടെ ദേശം അറിഞ്ഞിരുന്നു. എന്നിട്ടും ആ ഒരു കണ്ണിയറ്റ് നമ്മുടെ നാട് എന്ത് ചെയ്തിരുന്നു? ഒറ്റപ്പെട്ടിരുന്നു, അധപ്പതിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ആ കള്ളിക്കാടിനെ ആത്മീയ ചൈതന്യത്തിൻ്റെ നാടാക്കി ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത്, അത് വന്നില്ലായിരുന്നെങ്കിലോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയായിരുന്നു നമ്മളെ നാടെന്ന്. ഒരുപക്ഷെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം മാറി, നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ പോലും 65 വർഷം മുമ്പുള്ള 65 വർഷം മുമ്പുള്ള കള്ളിക്കാടും ഇന്നത്തെ കള്ളിക്കാട്, കെട്ടിടങ്ങളോ ആ ഈടുവയ്പ്പുകളോ അല്ല ഞാൻ പറയുന്നത്, വ്യക്തികളിലുണ്ടാകുന്ന ആ മാറ്റം. നാമജപം എന്താണെന്നില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് നാമജപത്തിൻ്റെ മഹത്വം എത്തിച്ചില്ലേ? ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമാക്കിയിട്ടിരുന്ന ക്ഷേത്രങ്ങളിലേക്ക് ചൈതന്യം എത്തിച്ചില്ലേ? അന്നദാനം ഭഗവാനല്ലേ ആ നാട്ടിൽ ആദ്യമായി എത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിഞ്ഞുകൂടാതിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരുപാട് മേഖലകളിലേക്ക് നമ്മുടെ നാടിനെ തിരിച്ചു വിട്ടു. അതാണ് എല്ലായിടത്തും തിരിതെളിയിച്ചു കൊടുത്തു. നമ്മളെ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഉണർത്തിയെടുത്ത് ചൈതന്യവത്താക്കി എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഈ ഓരോ ഗ്രാമത്തിലെയും യോഗിമാർ
അതാത് ഗ്രാമത്തിലെ കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെങ്കിൽ അവരെന്ത് ചെയ്യും? കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഒരു വ്യക്തിയെയാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടതെങ്കിൽ അവർ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കും. ഇപ്പം സമർത്ഥ രാംദാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ശിവജി ഇല്ല. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന എല്ലാവരും ശിവജി ആയില്ല? അതിൻ്റെ ആവശ്യമില്ല, അതാവില്ല. അവിടെയാണല്ലോ അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഒരു ശിവജി മതി, അതാണ് കാര്യം. പക്ഷെ ആ ഒരു ശിവജിയിലൂടെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. എല്ലാവരെയും ശിവജി ആക്കേണ്ടതില്ല, എന്നാൽ ഒരു ശിവജി ഉണ്ടാകുകയും വേണം. ആ ശിവജി എന്ത് ചെയ്യുകയും വേണം? ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുകയും വേണം. അത്രയ്ക്ക് കരുത്തുള്ള ഒരാളെ രൂപപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇന്ന് വെറുതെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ചോദിക്കും, അവിടെ അദ്ദേഹത്തിന് ഒരു ശിഷ്യനല്ലല്ലോ, നിരവധി ശിഷ്യന്മാരില്ലേ എല്ലാവരും. അതിപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു നരേന്ദ്രനല്ലേ വിവേകാനന്ദനാക്കിയുള്ളൂ. എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു. എനിക്ക് നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമി ഇല്ലായിരുന്നെങ്കിൽ രാമകൃഷ്ണദേവനെ അറിയില്ല. അവിടെയാണ് മനസ്സിലാക്കണം. ശിഷ്യന്മാര് ആയിരക്കണക്കുണ്ട് ഉണ്ടാവും, പക്ഷെ വിവേകാനന്ദ സ്വാമി ഇല്ലായിരുന്നെങ്കിൽ അവിടെയാണ്. അപ്പോൾ ഒരു നരേന്ദ്രൻ മതി. അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഗുരു മഹിമ ഇങ്ങനെയാണ് പ്രവഹിക്കുന്നത്. ഒരുപാട് പേരിലേക്ക് എത്തും. പക്ഷെ അതിൽ നിന്ന് അപ്പോൾ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസന് മുന്നിൽ ശിവജി അല്ല വേണ്ടത്. തകർന്നു പോയി നമ്മുടെ ആ ആത്മീയ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തി കാണിക്കാൻ കഴിവുള്ള, നാവിൽ സരസ്വതി വിളയാടുന്ന, എന്നാൽ അതേപോലെ ആത്മധൈര്യമുള്ള ഒരു യുവാവിനെയാണ് വേണ്ടിയിരുന്നത്. അത് നരേന്ദ്രനിലൂടെ സാധിച്ചു. തിരിച്ച് രാംദാസ് എന്ത് ചെയ്തു? ഈ പറയുന്ന വൈദേശിക ശക്തികൾ നമ്മുടെ സംസ്കാരത്തെ തകർത്ത്, ഇങ്ങനെ ക്ഷേത്രങ്ങളെ തകർത്ത്, നിരപരാധികളായ ആൾക്കാരെ കൊന്നൊടുക്കി, മതം മാറ്റി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനെ ആയുധം കൊണ്ട് തന്നെ നേരിട്ടേ പറ്റൂ. അല്ലാതെ അതാണല്ലോ പിന്നെ ഇത് നമ്മുടെ ഉള്ളൂര് പറഞ്ഞത്, ഹിംസയ്ക്ക് കീഴടങ്ങുന്ന അഹിംസയും ഹിംസയാണ്. ഞാൻ ഒരു കവിൾ കാണിച്ചു കൊടുക്കാം, പക്ഷേ ആ ഒരു കവിൾ കാണിച്ചാൽ അതിലടിച്ചിട്ട് ക്ഷമിക്കുന്നവന്റെ മുന്നേ മാത്രമേ കാണിക്കാൻ. ഒരു കവിൾ കാണിക്കുമ്പോൾ മറു കവിള് അത്തരം അഹിംസയ്ക്ക് ഇന്നത്തെ കാലത്ത്, അന്നത്തെ കാലത്തും ശിവജിയുടെ കാലത്തും പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ശിവജികൾ എന്ത് ചെയ്യണം? രൂപപ്പെടണം. അത് തിരിച്ചറിഞ്ഞതാണ് ഗുരു. അവിടെയാണ് ഗുരുവിൻ്റെ ഒരു മഹിമ എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഈ ശിവജിയെ കൂട്ടുപിടിച്ചതിന് അല്ലെങ്കിൽ സമർത്ഥ രാംദാസിനെ കൂട്ടുപിടിച്ചതിന് കാരണം, ഇപ്പം സാറ് പറഞ്ഞതുപോലെ നരേന്ദ്രനിലൂടെ, വിവേകാനന്ദ സ്വാമിയിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വാഴ്ത്തപ്പെട്ടു. അല്ലെങ്കിൽ നരേന്ദ്രൻ എന്ന വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം എന്ത് ചെയ്തു? വളരെ ഭംഗിയാക്കി ആ ഗുരുവിനുള്ള കടമയെ നിർവഹിച്ചതുകൊണ്ട്. നിവർത്തിയല്ല, ഭഗവാന് ചെയ്യേണ്ട, രാമകൃഷ്ണദേവന് ചെയ്യേണ്ട പല കാര്യങ്ങളും വിവേകാനന്ദനിലൂടെ ചെയ്തു കൊടുത്തു. അതാണ് സത്യം. അങ്ങനെ വിവേകാനന്ദ സ്വാമിയിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ അറിയപ്പെട്ടു. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ സമർത്ഥ രാംദാസിലേക്ക് നമുക്ക് വന്നാൽ, അദ്ദേഹം ശിവജിയെ വളർത്തി കഴിഞ്ഞിട്ട് പിൻവാങ്ങുകയാണ്. അതിൻ്റെ മറുരൂപമാണ് ഭഗവാൻ. 100%. കാരണം വളർത്തേണ്ട വ്യക്തികളെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം വളർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചില്ലിക്കാശോ ഒരു തരുമ്പ് പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പേര് പോലും ആഗ്രഹിക്കാതെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നഹം കാമയേ രാജ്യം നഹം കാമയേ സ്വർഗം എന്ന് പറയുന്നത് പോലെ രാജ്യമോ സ്വർഗമോ പണമോ പ്രശസ്തിയോ പോലും ആഗ്രഹിക്കാതെ രന്തിദേവൻ്റെ ആ പ്രാർത്ഥന രാമായണത്തിലും മഹാഭാരതത്തിലും ഒരേപോലെ കാണുന്ന ഒരു കഥാപാത്രമാണ് രന്തിദേവൻ്റെ ആ പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. നമ്മളെ ഒരു സാധാരണക്കാരന് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത പ്രാർത്ഥനയാണ്. നഹം കാമയേ രാജ്യം നഹം കാമയേ സ്വർഗം ആഗ്രഹിക്കാത്ത മനുഷ്യനുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇതൊന്നും വേണ്ട, എന്നാൽ എൻ്റെ സ്വത്തുക്കളും എൻ്റെ ജീവിതവും എൻ്റെ ഓരോ നിമിഷവും കൊണ്ട് ഓരോ സാധാരണക്കാരനിലേക്കും ഞാൻ എൻ്റെ സേവനം, എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാജാവ്, അതാണ്. അതൊരു ഒരു വല്ല ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ്. ഇതാണല്ലോ വിഷ്ണുനാരായണ നമ്പൂതിരി സാർ പറഞ്ഞത്. കാറൽ മാർക്സ് ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും 2 കൂട്ടരെ കണ്ടുള്ളൂ. പക്ഷെ മൂന്നാമതൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചവർ അവരെ കണ്ടില്ല.
അവരുടെ നാടാണ് ഭാരതം. ഭാരതം. അത് രാജാവാകട്ടെ, കർഷകനാകട്ടെ, ഗുരുവാകട്ടെ, പട്ടാളക്കാരനാകട്ടെ, സൈനിക നേതാവാകട്ടെ, ആരോ ആകട്ടെ, ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്ന ഒരു സമൂഹം. അവരിലൂടെയാണ് ഈ രാജ്യം വളർന്ന് രാജ്യം വളർന്നു വന്നു എങ്കിലും അവരിലൂടെയാണ് പലർക്കും എൻട്രി കിട്ടിയത്. അതാണ് മനസ്സിലായില്ലേ? അവരിലൂടെയാണ് പലർക്കും ഇവിടെ വന്ന് പിടിച്ചിരിക്കാൻ പറ്റിയത്. ആ ഒരു അപ്പോൾ അതും ഒരു നിയോഗമാണ്. 100%. അപ്പം അങ്ങനെ ഈ സമർത്ഥ രാംദാസിനെ പോലെ, ഈ രന്തിദേവൻ്റെ പ്രാർത്ഥനയെ പോലെ ജീവിതത്തിലെ ഓരോ അണുവും ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുകയും, എന്നാൽ അങ്ങനെ ഒരു നന്മ കിട്ടിയാൽ, ഇന്ന് നമ്മൾ വളരെ സാധാരണക്കാരെ നമ്മൾ ഒരാളിന് ഒരു ചെറിയ സഹായം ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്തു എന്നെങ്കിലും പറയാൻ ആഗ്രഹിക്കാത്ത, ഫോട്ടോയെങ്കിലും എടുത്ത് വെക്കാതെ കൊടുക്കില്ല ആരുമില്ല. പക്ഷെ അവിടെയാണ് രന്തിദേവൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതം കൊണ്ടൊരാളിന് ഒരു പരമാണുവിനൊരു പ്രയോജനം കിട്ടിയെങ്കിൽ അതിൻ്റെ പേരിലുള്ള പ്രശസ്തി പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല ഭഗവാനെ, ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ മുന്നിൽ ലൈവായി കാട്ടിത്തന്ന ഒരു ഭഗവാൻ എത്രയോ പേരെ വഴിതെളിച്ച് വിട്ട് നേർവഴിക്ക് എത്തിക്കുന്നു. എത്രയോ പേരെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട്, അറിവിൻ്റെ രൂപത്തിലാണെങ്കിൽ അറിവിൻ്റെ രൂപത്തിൽ, ആരോഗ്യത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ രൂപത്തിൽ അവരെ നയിച്ചു വിട്ടിട്ട് അതിൻ്റെ പേരിലൊരു പ്രശസ്തി പോലും ആഗ്രഹിക്കാത്ത ഒരു യോഗി വര്യൻ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു യോഗി വര്യൻ ഉത്തര ഭാരതത്തിലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ ഏറ്റവും അധികം ആൾക്കാർ വാഴ്ത്തിപ്പാടുന്ന, ഏറ്റവും അധികം പേർ ഇന്നും ചെന്ന് ആ ചിത്രത്തിന് മുന്നിൽ, ആ സമാധിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഒരു സ്ഥലമാകുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഭഗവാൻ പറയുന്നത്, ഏതോ ഒരു ശാപം കൊണ്ട് ഞാൻ കല്ലിക്കട്ടെത്തി പിള്ളേ എന്നാണ്. അല്ലേ? നിരവധി തവണ അങ്ങ് കേട്ടിരിക്കാനാണ് അത്. അതൊന്നല്ല, ഇത് ഭഗവാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത് തന്നെ അവര് ത്രികാലജ്ഞാനികളാണ്. അതെ. അവർക്ക് ഈ പറഞ്ഞതുപോലെ ലോകം എല്ലാം അവരുടെ കാൽക്കീഴിലാണ്. അവർക്ക് എല്ലാ ഭാവവും ഒരുപോലെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതുപോലെ ഒരു പ്രദേശത്ത് വന്നു എന്ന് ചോദിച്ചാൽ, ഇത്രയും നികൃഷ്ടമായി, ഇത്രയും നശിച്ച്, ഇത്രയും നാമാവിശേഷമായി കിടന്ന ഒരു സ്ഥലത്തിന്, അതായത് ഒരു നശിച്ച് കിടക്കുന്ന ഒരാളിനെ നന്നാക്കുന്നതിലാണ് അവരെ മഹത്വം. അല്ലാതെ നന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ. വിശന്നിരിക്കുന്നവൻ ആഹാരം ഉണ്ടോണ്ടിരിക്കുന്നവനെ ഊട്ടിക്കുന്നതിന്റെ കാര്യമില്ല. അതാണല്ലോ ഇന്നത്തെ ലോകം. അപ്പൊ അതിന് വിപരീതമായി അദ്ദേഹത്തിന്റെ തപോശക്തി പ്രയോഗിച്ച് ഒരു നാടിനെ പുണ്യഭൂമിയാക്കി മാറ്റിയ സ്ഥലമാണ് കള്ളിക്കാട് പ്രദേശവും. അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ ആ കാഴ്ചപ്പാടിലാണ് 100% ഭഗവാനെ കാണുന്നത്, ബഹുമാനിക്കുന്നത്. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത നമ്മുടെ ആ ഗുരു മഹിമ, സംശയം തോന്നുന്നു. ആ മഹിമയുടെ ഒരു ഇന്നത്തെ കാലത്ത് നമുക്കിങ്ങനെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ മഹാപുണ്യം. ഞാൻ ഈ പറഞ്ഞ ആ ആസ്പെക്റ്റിൽ ഒന്ന് ചിന്തിച്ചു. പ്രശസ്തി ആഗ്രഹിക്കാത്ത, പണം ആഗ്രഹിക്കാത്ത, അതുപോലെ ഇതേപോലത്തെ ഉള്ള ഒരു പരമാത്മാവിനെ നേരിൽ ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ പൂർവ്വജന്മ സുഹൃതമാണ്, അല്ലാതെ ഈ ജന്മ സുഹൃതമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരൻ നമ്മളെ ഗുരുവിലേക്ക് എത്തിച്ചു. ഗുരു എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മളെ ഈ ചക്രം പോലെ നീ ഈശ്വരനിലേക്ക് തിരിയൂ. ഒന്ന് തന്നെ, യഥാർത്ഥ ഗുരു തന്നെയാണ് ഈശ്വരൻ. അതെ, അത് തന്നെയാണ് ആ ഒരു. അപ്പോൾ ആ ഗുരു പരമ്പരയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ചു. അപ്പോൾ ഇവിടെ ഒരു ശിവജി അല്ല ഉണ്ടാകില്ല, മറിച്ച് കള്ളിക്കാടിന് എന്താണോ വേണ്ടത് അതിനെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വളരെ, എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ കാലം എന്ന് തന്നെ പറയാം. 40 വർഷം എന്ന് പറയുന്നത് ഒരു യോഗിയെ സംബന്ധിച്ച് ചുരുങ്ങിയ കാലം. അതെ. പക്ഷെ നമ്മളെ നാടിന് അതുകൊണ്ടുണ്ടായ മാറ്റം, ഈ പറഞ്ഞ 65 വർഷം മുമ്പുള്ള കള്ളിക്കാടല്ല ഇന്നത്തെ കള്ളിക്കാട്. ഭഗവാൻ ആശ്രമം സ്ഥാപിച്ചിട്ട് 43 വർഷം തികയാണ്. അതെ, ഈ 43 വർഷം തികയാണ്. പക്ഷേ ഭഗവാൻ ആ പ്രദേശത്തേക്ക് വന്നിട്ടാണ് 65 വർഷമായത്. അതെ, ആ വർഷങ്ങളിൽ അദ്ദേഹം അവിടെ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത വ്യക്തികളില്ല. അദ്ദേഹത്തെ അപ്പൊ തിരിച്ചറിഞ്ഞവരാരോ അവരാണ് മഹത്വം. അതെ, 100%. അതാണ് അവിടെ. ഇനി അങ്ങനെ സഞ്ചരിച്ച കൂട്ടത്തിൽ അദ്ദേഹം വന്ന സ്ഥലമാണ് കാളിപ്പാറ. അതെ, അവിടെയാണ് നമ്മുടെ അന്ന് ഗ്രാമത്തെ വേലുപ്പിള്ള അദ്ദേഹം, കാളിപ്പാറയിലെ വാസുപിള്ള അപ്പൂപ്പൻ, ഇവരെയൊക്കെയാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ട് പാറയിലേക്ക് കയറുന്നത്.
ചിലപ്പോൾ ഇത്തിരി കപ്പലണ്ടി കുറച്ചുകൊണ്ട്, അതെ, അല്ലെങ്കിൽ അന്നത്തെ അടുത്തിരിക്കുന്ന അവിടുത്തെ മാങ്ങ, പ്രധാനികള്. അതെ, അല്ലെങ്കിൽ കയറി പോകുന്ന വഴിയിൽ നിൽക്കുന്ന ഒരു മാങ്ങ പറിച്ചു വെച്ചിട്ട്. പക്ഷേ ഭഗവാൻ അവരറിയാതെ അതിനെ അവിടെ നിവേദിച്ചിട്ട് പ്രസാദമായിട്ടാണ് അതെ. കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന്നും ഏറ്റവും വലിയ അത്ഭുതമായി ഞാൻ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാൻ തെളിച്ച വിളക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രം വേറെ ഉണ്ടായിരിക്കാം, പക്ഷെ ആ വിളക്ക് തെളിച്ചത് അത് ആ കാളിപ്പാറ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ, തീർന്നില്ല.